അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് ദുൽഹിജ്ജ മാസത്തിൻ്റെ ആരംഭത്തിൽ നാം ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു ശംസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ പടച്ചു വെച്ചതിൻ്റെ ശേഷം അള്ളാഹു അവർക്ക് രണ്ട് ത്വരീഖ് കാണിച്ചു കൊടുത്തു. ഒന്ന് നേരായ പാത, മറ്റൊന്ന് ദുഷിച്ച പാത. രണ്ട് റൂട്ടുകളാണുള്ളത്. സ്വർഗവും പടച്ചു വെച്ചു അല്ലാഹു തആല, നരകവും പടച്ചു വെച്ചു. സ്വർഗത്തിന് വേണ്ടി കുറേ ആളുകളെ അള്ളാഹു സെലക്ട് ചെയ്തു വെച്ചു, കുറച്ചാളുകൾ. മനുഷ്യരിൽ നിന്ന് കുറേ ആളുകളെ നരകത്തിന് വേണ്ടി അല്ലാഹു തആല പടച്ചു വെച്ചു. നിസ്കാരങ്ങളും മറ്റു പരസ്യമായ നല്ല നല്ല സൽക്കർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിലും മരിച്ച നേരത്ത് ഈമാൻ കിട്ടി മരിക്കുക എന്നത് വലിയ ദുഷ്കരമായ കാര്യമാണ്, പ്രയാസകരമായ കാര്യമാണ്. മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കുക എന്നത് വലിയ ഒരു പ്രയാസമുള്ള കാര്യമാണ്. ധാരാളം ആളുകളെ ചരിത്രങ്ങൾ ശമ്പളം പറ്റാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നുള്ള പ്രതിഫലം മോഹിച്ചുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്ത കുറേ ആളുകൾ മരിച്ച നേരത്ത് ഈമാൻ നഷ്ടപ്പെട്ട് മരിച്ച കഥ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് ചരിത്ര കിതാബുകൾ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രവർത്തനങ്ങളൊക്കെ നല്ലതായിരിക്കാം, പക്ഷേ ആഖിബത്ത് ചീത്തയായി പോയിട്ടുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നു. വനഫ്സിം വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വഹ. ഫുജൂർ തഖ്വ, ഫാജിർ ദുർനടപ്പുകാരൻ, അധർമ്മത്തിന്റെ വഴിയിലൂടെ പോകുന്നവർ. ധർമ്മത്തിന്റെ വഴിയല്ല, സത്യത്തിന്റെ വഴിയല്ല, അസത്യത്തിന്റെ വഴിയെ പോകുന്ന ആളുകൾ ഫുജൂർ. അതും മനസ്സിന് ബോധനം നൽകിയിട്ടുണ്ട് അല്ലാഹു തആല. നന്നാകണമെങ്കിൽ നന്നായിക്കോ, ഖിയാർ ഇഷ്ടാനുസരണം ചെയ്യാം. വതഖ്വാഹ ഇപ്പുറത്ത് മറ്റേ വഴി, നല്ല വഴി. ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, മുത്തഖീങ്ങളോട് കൂടെ അല്ലാഹ് ഉണ്ട് എന്നാ. അള്ളാഹു നമ്മളെ തഖ്വയുള്ളവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാണ്. അങ്ങനെ അല്ലാഹു തആല സത്യം ചെയ്ത് കുറേ സാധനങ്ങളെ സത്യം ചെയ്തിട്ടാ പറഞ്ഞതാ കാര്യം. ഷംസ് ഒന്ന് സൂര്യൻ, ഖമർ ചന്ദ്രൻ, ലൈല് രാത്രി, നഹാറ് പകൽ, സമാ ആകാശം, അർള് ഭൂമി. ഇതിനൊക്കെ സത്യം ചെയ്തിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ട് പറയാണ്, രണ്ട് ത്വരീഖ്, രണ്ട് റൂട്ട് കാണിച്ചു കൊടുത്തു. ഒന്ന് ത്വരീഖുൽ ഫുജൂർ, മറ്റൊന്ന് ത്വരീഖുത് തഖ്വ. തഖ്വയുടെ ത്വരീഖാണ് നമ്മൾ തേടി പിടിക്കേണ്ടത്. ഫുജൂറിന്റെ വഴി നമ്മൾ അകന്നു പോണം. റുഷ്ദ് വലാൽ, നേർവഴിയല്ലാത്തത്. ഇതൊക്കെ പറയുന്നത് എന്തിനാ? നമ്മള് അള്ളാഹു ഇഷ്ടപ്പെട്ടതായ ആളുകളെ കൂട്ടത്തിൽ ചേർന്നിട്ട് നമ്മുടെ ആഖിബത്ത് നന്നായി കിട്ടിയിട്ട് അള്ളാഹു തആല ഒരുക്കി വെച്ച സ്വർഗ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ സക്കാഹ. തസ്കിയത്ത് ചെയ്തവൻ വിജയിച്ചു പോയി. തസ്കിയത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നഫ്സിനെ നമ്മൾ സ്ഫുടം ചെയ്തെടുക്കണം. അതെങ്ങനെ? മൻ സക്കാ നഫ്സഹു ബിത്വാഅത്തിർ റഹ്മാൻ. റഹ്മാനായ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് നമ്മുടെ നഫ്സിനെ നമ്മൾ ശുദ്ധീകരിക്കുക. തുണിയും കുപ്പായം ചളയായാലും നന്നാക്കിയെടുക്കും പോലെ ചേറായ തുണിയും കുപ്പായം കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിക്കും പോലെ നമ്മുടെ ഖൽബിനെ നാം ശുദ്ധിയാക്കിയെടുക്കണം. ഫതഹറഹാ മിൻ ദനസിൽ മആസി വൽ ആസാം. കുറ്റകരമായ കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കണം. കഴിയോ ഇല്ലേന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് യാ അയ്യുഹന്നാസ്
ഖുത്ബ ഓതുമ്പോൾ പറയുന്നത് ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാത്തി, കഴിവിൻ്റെ പരമാവധി. ചെയ്യാൻ പോണ കാര്യം അത് സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കോ അതോ നരകത്തിലേക്ക് എത്തിക്കോ. അപ്പോഴും നമുക്ക് ഉദാഹരണങ്ങൾ പോകാനുള്ളത് കല്യാണം തന്നെ ആയിക്കോട്ടെ. ഈ കല്യാണത്തിൻ്റെ ആഖിബത്തിൽ നല്ല മനുഷ്യന്മാർക്ക് നല്ലത് പറയാൻ പറ്റുമോ അതോ ചീത്ത പറയാൻ പറ്റുമോ? ഇത് ഞാൻ ചെയ്തതൊക്കെ നല്ലതോ ചീത്തതോ ഒരു വേള ചിന്തിച്ചാൽ ആ മനുഷ്യനിക്ക് ആ ചിന്താഫലമായിട്ട് നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നിസ്കരിക്കുന്നുണ്ട് കേട്ടോ, നിസ്കരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഒപ്പത്തിനൊപ്പമുണ്ട്. നന്മയുണ്ട്, തിന്മയുണ്ട്. തിന്മക്ക് മുൻതൂക്കം, നന്മക്ക് കനം കുറവ്. ഇങ്ങനെ പോയാൽ പിന്നെ എടുക്കാൻ പോവുക? തസ്കിയത്തായിട്ടില്ലല്ലോ. റമളാൻ കഴിഞ്ഞില്ലേ, 30 ദിവസം നോമ്പെടുത്തു. തറാവീഹ ഒക്കെ നിസ്കരിച്ചു. സദഖ, ദാനധർമ്മങ്ങൾ എല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ വക്കൽ നിന്ന് ഒരുപാട് മാസിയത്തുകൾ വന്നു പോയി. എന്നാൽ അവൻ തസ്കിയത്ത് ചെയ്തിട്ടില്ല എന്നാ. ഇങ്ങനെ പോയാൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ ശിക്ഷ കൊടുത്ത്, പരലോകത്ത് എന്നല്ല ദുന്യാവുന്ന്, തുടക്കം നന്നായാൽ ഒടുക്കം നന്നാകും. പല നിക്കാഹുകളും ഇന്ന് പറ്റ വഷളത്തരത്തിലായിരിക്കുകയാണ്. നിക്കാഹിൻ്റെ തുടക്കത്തിൽ നല്ല ഒരു സാധനം കൊണ്ടുവന്ന് പൊട്ടിച്ച് വീർപ്പിച്ച് ആ നിക്കാഹിൻ്റെ വേളയിൽ വലിയൊരു ഖാദിയർ ഉസ്താദിൻ്റെ തലയിൽ കൂടെ സൂപ്പറേറ്റിൻ്റെ വെള്ളം പൊട്ടിച്ചാടി പൊന്നാനിയിൽ. നിക്കാഹിൻ്റെ തുടക്കാട്ടോ. നിക്കാഹ് എല്ലാം കഴിഞ്ഞ് വലിയൊരു സാധനം അങ്ങോട്ട് വീർപ്പിച്ചാണ് പൊട്ടിയാണ്ട് തെറിച്ചപ്പോൾ സൂപ്പറേറ്റിൻ്റെ വെള്ള എവിടുക്കാ വീണത്? ആ ഉസ്താദിൻ്റെ തലയിൽ കൂടെയും അവിടെ വന്ന അതിഥികളായ ആളുകളുടെ തലയിൽ കൂടെ ഒക്കെ ചാടി. കുപ്പായത്തിലൊക്കാകെ നീലവെള്ളം. ആ നിക്കാഹിൻ്റെ പര്യവസാനം അത് 1998 നടന്ന നിക്കാഹാണ്. ഞാനും ആ നിക്കാഹിൽ പങ്കെടുത്തിരുന്നു. ഇന്നും ആ പുതിയാപ്പള പെണ്ണ് കെട്ടി തൊലാക്ക് ചൊല്ലി പിന്നെയും കെട്ടി പിന്നെയും പോയി, പിന്നെയും കെട്ടി പിന്നെയും പോയി, ഇതിനൊക്കെ ജയിലിൽ കയറി. ഇപ്പോഴും അവൻ പെണ്ണില്ലാതെ ഇറക്കുക. ആ പുതിയാപ്പളിനെ എനിക്കറിയാം. എന്തായി? നല്ല സദസ്സിൽ വെച്ച് നന്മകൾ ഉണ്ടാകേണ്ടുന്ന കുടുംബ ബന്ധത്തിൻ്റെ തുടക്കം കുറിക്കുന്ന നല്ലൊരു കർമ്മത്തിൻ്റെ പര്യവസാനം അത് മലിനമാക്കി കളഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് ദുഃഖിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നന്മകൾ തോന്നിപ്പിച്ചു തരണേ റഹ്മാൻ. തിന്മകളെ തിന്മയായി കാണാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ. ഈ വിശുദ്ധ ഖുർആൻ സൂറത്തു ഷംസിന്റെ ആയത്ത്, ആ ആയത്തിൽ ഖദ് അഫ്ലഹ മൻ സക്കാഹ, തസ്കിയത്ത് ചെയ്തവൻ വിജയിച്ചു എന്ന ഭാഗത്ത് നമ്മളൊന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട്, ഞാൻ എൻ്റെ നഫ്സിന് തസ്കിയത്ത് ചെയ്തിട്ടുണ്ടോ? കള്ളത്തരവും പൊള്ളത്തരവും എന്നിൽ വന്ന് ചേരുന്നുണ്ടോ? ഫവാഹിഷുകൾ എന്നിൽ നിന്ന്, മോശപ്പെട്ട കാര്യങ്ങൾ എന്നിൽ നിന്ന് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ തൗബ ചെയ്തിട്ടില്ല, പശ്ചാത്താപിച്ചിട്ടില്ല. ഇങ്ങനെ പോയാൽ ഇന്ന് ളുഹറാകുമ്പോത്തിന് മലക്കുൽ മൗത്ത് അസ്രായേൽ വന്നെൻ്റെ റൂഹ് പിടിച്ചാൽ ഞാൻ നരകത്തിലാകുമോ അതോ സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമോ എന്നൊക്കെ ഒരു വേള ചിന്തിക്കുന്നത് നല്ലതാണ്. 5 നേരത്തെ ജമാഅത്തിൻ്റെ സമയമാകുമ്പോഴേക്കിന്, വാങ്ങുകൊടുക്കുമ്പോഴേക്കിന് മലക്കുൽ മൗത്ത് നമ്മളെ വന്ന് ലിസ്റ്റ് വെച്ച് പരിശോധിക്കുന്നുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചെറിയൊരു ചീട്ടിലാക്കി കൊടുത്തിരിക്കുക എല്ലാവരുടെ പേരും, വലിയ പേപ്പറൊന്നുമല്ല, ചെറിയൊരു ചീട്ടിൽ. ആ ചുരുളയച്ചുകൊണ്ട് മലക്കുൽ മൗത്ത് അസ്രായിൽ എല്ലാ സമയത്തും നോക്കുന്നുണ്ട്, 5 നേരം നോക്കുന്നുണ്ട്. അയക്കണോ. ചില മനുഷ്യന്മാരുടെ അടുത്തേക്ക് റൂഹ് പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ അത്ഭുതപ്പെടുന്ന രംഗം കാണുന്നുണ്ട്. ഇയാൾ ഒരു ആരോഗ്യവാനാണല്ലോ, ഇയാൾക്കിത് കുഴപ്പമില്ലല്ലോ, ചിരിച്ച് കളിച്ചാൽ നടക്കുന്നത്. ഇവന്റെ റൂഹാണോ ഈ 1 മിനിറ്റ് കഴിഞ്ഞാൽ എന്നെ പിടിക്കാൻ ഏൽപ്പിച്ചത് എന്ന് അത്ഭുതപ്പെട്ട് അസ്രായേൽ ചോദിക്കുമെന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് ഏത് സമയത്തും ചെരുപ്പിടുമ്പോൾ ഓർത്താൽ മതി, ചെരുപ്പിൻ്റെ പട്ട കാലുമേൽക്ക് എത്ര ഒട്ടിയിട്ടാണോ കിടക്കുന്നത്, അതിനേക്കാൾ നമ്മുടെ മരണം നമ്മുടെ പോക്കറ്റിൽ, നമ്മുടെ തൊട്ടടുത്ത് ഒട്ടിക്കിടക്കുന്നുണ്ട്. അള്ളാഹുവെ, സുബ്ഹി നിസ്കരിച്ചിട്ടുള്ള മരണം അള്ളാഹു നൽകട്ടെ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്കാരം ആ കഴിഞ്ഞ ഉടനെ ഉള്ള മൗത്ത്, അത് തന്നെ എങ്ങനെ
ബാധ്യതകളൊന്നും ഇല്ലാതെ കടങ്ങളൊക്കെ വീടി, കുറ്റം കേൾക്കലും കുറ്റാണ്, കുറ്റം പറയലും കുറ്റാണ്, അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നല്ലൊരു മനുഷ്യനായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അള്ളാഹു തആല ഭാഗ്യം നൽകുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങളുടെ ക്ലാസ്സുകൾ നീ കബൂലാക്കണേ അള്ളാഹ്. ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും ഞങ്ങൾക്കും എല്ലാ ഖൈറുകളും നൽകണേ അള്ളാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അള്ളാഹ്. സ്വർഗത്തിന്റെ ആളുകളെ കൂട്ടത്തിൽ ചേർക്കണേ അള്ളാഹ്. നരകത്തിന്റെ ആളുകളെ കൂട്ടത്തിലാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അള്ളാഹ്. ഞങ്ങൾക്കുള്ള എല്ലാ ഹലാലായ മുറാദുകളും വീട്ടിത്തരണേ അള്ളാഹ്. ഉപകാരപ്രദമായ അറിവ് ഞങ്ങൾക്ക് മുതലാക്കി തരണേ അള്ളാഹ്. ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു, സഹായിച്ചവരെ നീ സഹായിക്കണേ അള്ളാഹ്. ബാക്കിയുള്ള പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേ അള്ളാഹ്. അള്ളാഹുവെ, സഹായിച്ച ഒമാൻ ശുഹദാക്കളുടെ നേർച്ചക്ക് അതിനുവേണ്ടി നടന്ന് കാക്കും നമ്മുടെ കേരി ഇബ്രാഹിം കാക്കി ഒരുപാട് കഷ്ടപ്പെട്ട് കുറച്ചൊക്കെ വീടുകളിലൊക്കെ കയറി അൽഹംദുലില്ലാ കുറച്ച് പൈസയും നാളികേരും അരിയും ഒക്കെ കൊണ്ടുവന്ന് തന്നു. ആ കൊടുത്ത വീട്ടുകാർക്കൊക്കെ മഹാന്മാരായ ശുഹദാക്കളോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അവരൊക്കെ ഹലാലായ മുറാദുകൾ നീ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. കൊല്ലത്തെ വലിയൊരുനാൾക്ക് അറിവെടുത്ത ഓരോ ആളുകളുടെയും അതിലേക്കുള്ള സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ ബലികർമ്മം സന്തോഷത്തോടുകൂടെ നടത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജിന് പോയവർക്കൊക്കെ മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാനുള്ള അവസരവും തൗഫീഖും നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിച്ച നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.